1 ദിനവൃത്താന്തം 5-ാം അധ്യായം. റൂബന്റെ സന്തതികൾ. റൂബൻ ഇസ്രായേലിന്റെ ആദ്യജാതനെങ്കിലും പിതാവിന്റെ ശയ്യ അശുദ്ധമാക്കിയതിനാൽ അവന്റെ ജന്മാവകാശം ഇസ്രായേലിന്റെ മകനായ ജോസഫിന്റെ പുത്രന്മാർക്ക് നൽകപ്പെട്ടു. അങ്ങനെ അവൻ വംശാവലിയിൽ ആദ്യജാതനായി പരിഗണിക്കപ്പെടുന്നില്ല. യൂദാ സഹോദരന്മാരുടെ ഇടയിൽ പ്രബലനാവുകയും അവനിൽ നിന്ന് ഒരു നായകൻ ഉത്ഭവിക്കുകയും ചെയ്തിട്ടും ജന്മാവകാശം ജോസഫിന് തന്നെ ആയിരുന്നു. ഇസ്രായേലിന്റെ ആദ്യജാതനായ റൂബന്റെ പുത്രന്മാർ ഹനോക്ക്, പല്ലു, ഹെസ്രോൻ, കർമ്മി. ജോയേലിന്റെ പുത്രന്മാർ തലമുറ പ്രകാരം ഷെമായ, ഗോഗ്, ഷീമയി, മിഖ, റയായ, ബാൽ. ബേറായെ അസീറിയ രാജാവായ തിൽഗദ് പിൽനേസർ തടവുകാരനായി കൊണ്ടുപോയി. അവൻ റൂബൻ ഗോത്രത്തിലെ നേതാവായിരുന്നു. റൂബൻ ഗോത്രത്തിലെ മറ്റു കുലത്തലവന്മാരുടെ വംശാവലി. ജയിയേൽ, സഗറിയ. ജോയേലിന്റെ പുത്രനായ ഷെമായുടെ പൗത്രനും അസാസിന്റെ പുത്രനുമായ ബേല. അരോവെറിൽ വസിച്ച ഇവരുടെ അതിർത്തി നെബോയും ബാൽമെയോനും വരെ വ്യാപിച്ചിരുന്നു. ഗിലെയാദിൽ അവർക്ക് ധാരാളം കന്നുകാലികളുണ്ടായിരുന്നതിനാൽ യൂഫ്രട്ടീസ് നദിയുടെ കിഴക്കുകിടക്കുന്ന മരുഭൂമി വരെയുള്ള പ്രദേശം മുഴുവൻ അവർ അധിവസിച്ചു. സാവൂൾ രാജാവിന്റെ കാലത്ത് റൂബൻ ഗോത്രക്കാർ ഹഗ്രിയരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഗിലെയാദിന്റെ കിഴക്കുള്ള പ്രദേശം സ്വന്തമാക്കി കൂടാരമടിച്ചു പാർത്തു. ഗാദിന്റെ സന്തതികൾ. ഗാദിന്റെ പുത്രന്മാർ റൂബന്റെ വടക്ക് ബാഷാൻ ദേശത്തെ സലേക്ക വരെ പാർത്തു. അവരിൽ പ്രമുഖൻ ജോയേൽ, രണ്ടാമൻ ഷാഫാം. യാനായിയും ഷാഫാത്തും ബാഷാനിലെ പ്രമുഖന്മാർ. ഗാദ് ഗോത്രത്തിലെ മറ്റു കുലത്തലവന്മാരുടെ വംശാവലി. മിഖായേൽ, മെഷുല്ലാം, ഷേബ, യോറായ്, യക്കാൻ, സീയ, ഏബർ. ഇങ്ങനെ 7 പേർ. ഇവർ ഹൂറിയുടെ മകനായ അബിഹായിലിന്റെ പുത്രന്മാരാണ്. ഹൂറി യറോവായുടെയും യറോവ ഗിലെയാദിന്റെയും ഗിലെയാദ് മിഖായേലിന്റെയും മിഖായേൽ യഷിഷായിയുടെയും യഷിഷായി യഹ്ദോയുടെയും യഹ്ദോ ബൂസിന്റെയും പുത്രന്മാരാണ്. ഗൂനിയുടെ മകനായ അബ്ദിയേലിന്റെ മകൻ ആഹി തന്റെ പിതൃഭവനത്തിൽ തലവനായിരുന്നു. അവർ ഗിലെയാദിലും ബാഷാനിലും അതിൻ്റെ പട്ടണങ്ങളിലും ഷാരോനിലെ മേച്ചിൽപ്പുറങ്ങളിലും അതിർത്തി വരെ പാർത്തു. ഇവരുടെ വംശാവലി യൂദാ രാജാവായ യോഥാമിൻ്റെയും ഇസ്രായേൽ രാജാവായ ജെറോബോവാമിൻ്റെയും കാലത്ത് എഴുതപ്പെട്ടു. റൂബൻ, ഗാദ്, മനാസയുടെ അർദ്ധഗോത്രം ഇവയിൽ ശൂരന്മാരും വാളും പരിചയും എടുക്കാനും വില്ലുകുലച്ച് എയ്യാനും കഴിവുള്ളവരുമായി 44,750 യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. അവർ ഹഗ്രിയരോടും യധൂർ, നാഫിഷ്, നോദാബ് എന്നിവരോടും യുദ്ധം ചെയ്തു. ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. ആ സഹായത്താൽ അവർ ഹഗ്രിയരുടെയും കൂട്ടാളികളുടെയും മേൽ വിജയം വരിച്ചു. അവർ അവരുടെ കന്നുകാലികളെ കൊള്ളയടിച്ചു. 50,000 ഒട്ടകങ്ങൾ, 2,50,000 ആടുകൾ, 2,000 കഴുതകൾ. ഇവയ്ക്കു പുറമെ 1,00,000 ആളുകളെയും അവർ പിടിച്ചുകൊണ്ടുപോയി. യുദ്ധം ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ചായിരുന്നതിനാൽ വളരെ പേർ കൊല്ലപ്പെട്ടു. അവർ പ്രവാസകാലം വരെ അവിടെ പാർത്തു. മനാസയുടെ അർദ്ധഗോത്രക്കാർ ബാഷാൻ മുതൽ ബാൽഹെർമോൻ, സെനിർ, ഹെർമോൻ പർവ്വതം എന്നിവിടം വരെ വസിച്ചു. അവർ സംഖ്യാതീതമായി വർദ്ധിച്ചു. ഏഫർ, ഇഷി, എലിയർ, അസ്രിയേൽ, ജെറമിയ, ഹോദാവിയ, യഹദിയേൽ എന്നിവർ അവരുടെ കുലത്തലവന്മാരും പ്രസിദ്ധരായ ധീരയോദ്ധാക്കളും ആയിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഉപേക്ഷിക്കുകയും അവിടുന്ന് തങ്ങളുടെ മുൻപിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത ജനതകളുടെ ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. ആകയാൽ ഇസ്രായേലിന്റെ ദൈവം അസീറിയ രാജാവായ പൂലിനെ, തിൽഗദ് പിൽനേസറിനെ അവർക്കെതിരെ അയച്ചു. അവൻ റൂബൻ, ഗാദ് ഗോത്രങ്ങളെയും മനാസയുടെ അർദ്ധഗോത്രത്തെയും
തടവുകാരായി കൊണ്ടുപോയി. ഹാല, ഹാബോർ, ഹാര, ഗോസാൻ നദീതീരം എന്നിവിടങ്ങളിൽ പാർപ്പിച്ചു. അവർ ഇന്നും അവിടെ വസിക്കുന്നു. കർത്താവിൻ്റെ വചനം.